നമസ്കാരം. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നമ്മൾ ഹോമോസാപ്പിയൻസ് മാത്രമായിരുന്നില്ല ജീവിച്ചിരുന്നത്. നമ്മുടെ തന്നെ കസിൻസ് എന്ന് വിളിക്കാവുന്ന മറ്റു മനുഷ്യ സ്പീഷീസുകളും ഇവിടെ ഉണ്ടായിരുന്നു. നിയാണ്ടർതാലുകളും ഡെനിസോവനുകളും. ഇവർ ആരായിരുന്നുവെന്നും നമ്മളുമായി ഇവർക്ക് എന്ത് ബന്ധമാണുള്ളതെന്നുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നിയാണ്ടർതാലുകളുടെയും ഹോമോസാപ്പിയൻസിന്റെയും ഡെനിസോവനുകളുടെയും പൊതുപൂർവികനായി ശാസ്ത്രം കണക്കാക്കുന്നത് ഹോമോ ഹൈഡൽബെർഗൻസീസ് എന്ന മനുഷ്യവർഗത്തെയാണ്. ഏകദേശം 7 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിലാണ് ഇവർ ജീവിച്ചിരുന്നത്. പിന്നീട് ഇവർ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വ്യാപിച്ചു. അതിൽ ആഫ്രിക്കയിൽ അവശേഷിച്ച ഹോമോ ഹൈഡൽബെർഗൻസീസ് വിഭാഗം പരിണമിച്ച് ഹോമോ സാപ്പിയൻസായി മാറി, അതായത് ഇന്നത്തെ മനുഷ്യർ. യൂറോപ്പിലേക്ക് കുടിയേറിയവർ പരിണമിച്ച് നിയാണ്ടർതാലുകളായി. ജർമ്മനിയിലെ നിയാണ്ടർ താഴ്വരയിൽ നിന്നാണ് ഇവരുടെ ആദ്യത്തെ അവശിഷ്ടങ്ങൾ ലഭിച്ചത്. അതുകൊണ്ടാണ് ഇവരെ നിയാണ്ടർതാലുകൾ എന്ന് വിളിക്കുന്നത്. അതിശൈത്യത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കരുത്തരായ മനുഷ്യരായിരുന്നു ഇവർ. എന്നാൽ നമ്മൾ ഹോമോസാപ്പിയൻസ് ആഫ്രിക്കയിൽ തന്നെ തുടർന്നു. പിന്നീട്, അതായത് ഹോമോസാപ്പിയൻസായി പരിണമിച്ചതിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ വ്യാപിച്ചു. ഏകദേശം 60,000 വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസാപ്പിയൻസ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവർ നിയാണ്ടർതാലുകളെയും ഡെനിസോവനുകളെയും കണ്ടുമുട്ടുകയും അവർക്കിടയിൽ വംശീയമായ സങ്കലനം നടക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായി ഇന്ന് ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള മനുഷ്യരുടെ DNA-യിൽ ഏകദേശം 1 മുതൽ 2% വരെ നിയാണ്ടർതാൽ DNA അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഏഷ്യയിലെയും ഓഷ്യാനിയയിലെയും ജനങ്ങളിൽ ഡെനിസോവൻ DNA-യും കാണപ്പെടുന്നു. 40,000 വർഷങ്ങൾക്ക് മുമ്പ് നിയാണ്ടർതാലുകളും ഡെനിസോവനുകളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഹോമോസാപ്പിയൻസ് വലിയ ഗ്രൂപ്പുകളായി ജീവിക്കുകയും ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി പോലും ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. ഈ സാമൂഹികമായ ഒത്തൊരുമയാണ് നിയാണ്ടർതാലുകളെ അപേക്ഷിച്ച് ഭൂമിയിൽ നിലനിൽക്കാൻ നമ്മളെ സഹായിച്ചത്. എങ്കിലും നമ്മൾ 100% ഹോമോസാപ്പിയൻസ് മാത്രമല്ല. നമ്മുടെ പൂർവികർ ഈ ഭൂമിയിൽ അതിജീവനത്തിനായി പോരാടിയപ്പോൾ കൂടെയുണ്ടായിരുന്ന മറ്റു സഹോദര വംശങ്ങളുടെ കൂടെ അംശമാണ് നമ്മൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.